മരിച്ചു കഴിഞ്ഞാൽ എന്റെ മുമ്പിലേക്കാണ് നീ വരാനിരിക്കുന്നതെന്ന വലിയൊരു താക്കീത് കൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. നിന്റെ ഉപ്പയോടും ഉമ്മയോടും ഞാൻ വസിയത്ത് ചെയ്ത് ഏൽപ്പിക്കുകയാണ്, അവരെ നോക്കണമെന്ന് പറഞ്ഞിട്ട്. യമനിൽ നിന്ന് വരുന്നൊരു ചെറുപ്പക്കാരൻ, യമൻ എത്ര ദൂരെയാണ് മക്കയിൽ നിന്ന്, ഹജ്ജിന് വന്നതാണ്. യമനിൽ നിന്ന് നമുക്ക് ഇന്ന് സൗദി അറേബ്യയിലെ മക്കയിൽ നിന്ന് യമനിലേക്ക് സൻആയിലേക്ക് എത്തണമെങ്കിൽ എത്ര മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്യണം, എത്ര സ്പീഡിൽ യാത്ര ചെയ്താൽ എത്ര മണിക്കൂറുകൾ എടുക്കും സൻആയിലെത്തണമെങ്കിൽ. അത്രയും ദൂരമുള്ളൊരു നാട്ടിൽ നിന്ന് പ്രായമായ ഉമ്മാക്ക് ഹജ്ജിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ മോൻ പറഞ്ഞു, ഉമ്മാ പോകാൻ വാഹനമില്ല ഉമ്മാ, നമുക്ക് മൃഗമില്ല, ഒട്ടകമില്ല, എന്നാൽ എന്റെ തോളത്തുമ്മ ഇരിക്കുമോ? ഉമ്മയെ ഞാൻ കൊണ്ടുപോകാം. എത്ര കിലോമീറ്റർ? 1000-ഓളം വരുന്ന കിലോമീറ്റർ ഉമ്മയെ തോളിൽ വെച്ച് നടത്തിക്കൊണ്ടുപോയൊരു മോൻ സുഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിട്ടുണ്ട്. സുഹാബിയല്ല, താബിഇയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല. പ്രായമായ ഉമ്മ മുതുക് വളഞ്ഞ് ആ ചെറുപ്പക്കാരന്റെ തോളിലിരിക്കുകയാണ്. മക്ക വരെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന യാത്ര നമ്മളൊന്ന് ഓർക്കണം. നമുക്ക് ഇവിടെ നിന്ന് വടകരമുക്കിൽ നിന്ന് ഇവിടെ നിന്ന് പ്രായമായൊരു ഉമ്മയെ തോളിലേറ്റി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കാൻ കഴിയോ? കാഞ്ഞങ്ങാട് ടൗൺ വരെ കൊണ്ടുപോകാൻ കഴിയോ? നമുക്ക് സാധിക്കുമോ? അത് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? 1000 കിലോമീറ്റർ സ്വന്തം തോളിൽ വെച്ച് മക്കയിൽ കൊണ്ടുവന്ന് ആ ഉമ്മയെ തോളിൽ വെച്ചുകൊണ്ട് തന്നെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായൊരു സുഹാബിയെ കാണുന്നത്. ആ സുഹാബി മറ്റാരുമല്ല, മുത്തബിഉസ് സുന്നഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അങ്ങനെ ജീവിതത്തിൽ പകർത്തിയ ഒരു സുഹാബി. നബി എന്ത് ചെയ്തിട്ടുണ്ടോ അത് ചെയ്ത ഒരു സുഹാബി. നബി എങ്ങാനും ഒരു യാത്രയിൽ വഴിതെറ്റിപ്പോയി വേറൊരു റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോ മനഃപൂർവ്വം തെറ്റിപ്പോകും. ആ റൂട്ട് തെറ്റിയിട്ട് ആളുകൾ ചോദിക്കും, ഇബ്നു ഉമറേ, നമ്മുടെ വഴി ഇതല്ലല്ലോ, നിങ്ങൾ എന്താ ഇതിലെ പോകുന്നത്? അന്നൊരിക്കൽ ഞങ്ങൾ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് വഴി തെറ്റിയിരുന്നു. നബി തങ്ങൾ കുറച്ചു ദൂരം ഈ വഴിക്ക് പോയി പിന്നെ തിരിച്ചു വരികയാണുണ്ടായത്. ഞാൻ അത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അടിക്കടി ഹബീബായ നബി തങ്ങളുടെ സുന്നത്ത് അങ്ങനെ ജീവിതത്തിൽ പകർത്തിയ സുഹാബിയാണ് നമ്മുടെ മഹാനായ ഉമർ എന്നവരുടെ മകൻ ഇബ്നു ഉമർ എന്ന് പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അന്ന് ഹറമിലുണ്ട്, ഹജ്ജിന് വന്നിട്ടുണ്ട്. ഉമ്മയെ തോളിലേറ്റി നടക്കുന്ന കാഴ്ച കണ്ടപ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൗതുകത്തോടെ അരികത്തേക്ക് ചെന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇബ്നു ഉമറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഉമ്മയെ യമനിൽ നിന്ന് കൊണ്ടുവന്നതാണ്, യമനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അസ്അലുക ബില്ലാഹ്, അല്ലാഹുവിനെ വിചാരിച്ച് ചോദിച്ചോട്ടെ, അജാസൈതു ഉമ്മീ ബിമാ ഖദ്ദമത് ലീ, ഉമ്മ എന്നോട് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് പകരമാകുമോ ഞാൻ ഈ ചെയ്തത്, എന്റെ ഉമ്മയെ തോളിൽ വെച്ച് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ലാ, ഉമ്മ ചെയ്തതിന് പകരമായില്ല മോനെ. വല്ലദീ നഫ്സി ബിയദിഹി വലാ ബിസഫറത്തിൻ മിൻ സഫറാതിഹാ, പ്രസവവേദന വരുന്ന നേരം ആ പ്രസവവേദനയുടെ ആരംഭം മുതൽ പ്രസവിക്കുന്നിടം വരെ ഇടക്കിടക്കുണ്ടാകുന്ന പ്രസവവേദനയുടെ ഒരു നേരത്തെ വേദനക്ക് പോലും പകരമാവില്ല മോനെ നീ നിന്റെ ഉമ്മയെ തോളിലേറ്റി കൊണ്ടുവന്നത്. ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു, നിന്റെ ഉമ്മയെ നീ നോക്കുന്നത് പ്രായമായ ഉമ്മയാണ്. ഈ ഉമ്മ കുറച്ചു നാള് കഴിഞ്ഞാൽ മരിച്ചു പോകേണ്ട ഉമ്മയാണ്. ഇനി ഉമ്മ കുറച്ചു കാലമേ ജീവിക്കുള്ളൂ. എത്ര കാലം എന്ന് വെച്ചിട്ടാണ്? കുറച്ചല്ലേ വേണ്ടൂ. ഉമ്മ ഒരു പക്ഷേ ഹജ്ജിൽ മരിച്ചേക്കും, ഉമ്മ ഒരു പക്ഷേ ഹജ്ജ് കഴിയുമ്പോഴേക്കും മരിച്ചു പോയേക്കും. പ്രായമായ ഉമ്മയാണ്, ആരോഗ്യമില്ലാത്ത ഉമ്മയല്ലേ. നിന്റെ ഉമ്മ മരിക്കുമെന്ന തോന്നലിലാണ് നീ നിന്റെ ഉമ്മയെ നോക്കുന്നത്.
എന്നാൽ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ നോക്കിയത് നീ വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്, നീ മരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്, നീ നോക്കുന്നത് മരിക്കാറായി എന്ന് വിചാരിച്ചിട്ടാണ്. ആ രണ്ട് വ്യത്യാസം കൊണ്ട് തന്നെ നിന്റെ ഉമ്മ ചെയ്ത സേവനത്തിന്റെ 4 അയലത്തേക്ക് നീ നിന്റെ ഉമ്മയെ ചുമന്നുകൊണ്ടുവന്നത് പകരമാവില്ലെന്ന് മഹാനായ സ്വഹാബി മുത്തബിഉസ് സുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. ഇവിടുന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ഉമ്മാക്കൊരു കാശ് കൊടുക്കുമ്പോഴേക്കും എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നവർ, ഉമ്മാക്ക് ഒരു ഷർട്ട് പീസ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്ക്, ഒരു പർദ്ദ വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്ക്, ഒരു ചെറിയൊരു ഉപകാരം ചെയ്യുമ്പോഴേക്ക് ഞാൻ എന്റെ ഉമ്മാക്ക് പലതും ചെയ്തു എന്ന് വിചാരിക്കുന്നവർ ആലോചിക്കുക. യമനെന്ന് തോളിലേറ്റി കൊണ്ടുവന്നിട്ടുണ്ടോ നമ്മൾ നമ്മുടെ ഉമ്മയെ? അങ്ങനെ ഉണ്ടെങ്കിൽ പോലും 1000 കിലോമീറ്റർ ഉമ്മയെ തോളിൽ വെച്ച് നടക്കുക മാത്രമല്ല, മക്കയുടെ തിരക്കിന്റെ ഇടയിൽ തവാഫും സഅയും അറഫയും മുസ്ദലിഫയും മിനയും ഉമ്മയെ തോളിലേറ്റി നടന്നപ്പോഴാണ് നിന്റെ ഉമ്മ ചെയ്തതിന് പകരമാവില്ല മോനെ ഇതൊക്കെ ഒന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم